എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ വന്നിക്കണതേ ജനങ്ങളെ നല്ലോണം ഊക്കിക്കൊണ്ടിരിക്കണ ഊക്കാന് മാത്രം അറിയണ രണ്ട് സുനാപ്പികളുണ്ട്. ഓലെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാ. ഓലെന്നെ ആശി. അതിൻ്റെ മുന്നേ ചെറിയൊരു ഭാഗം കാണാം. അതൊന്നുണ്ടാക്കി ചെയ്യുന്നത്. എൻ്റെ സർജറി കഴിഞ്ഞു, ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനും വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല. ഞാൻ ഒരു സ്ത്രീയായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് വലിയൊരു തെളിവ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനില്ല. ഞാനൊരു സ്ത്രീയാണ് എന്ന് ഇനി പ്രൂവ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവും ഇല്ല. കാരണം ഞാനൊരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹസലാം. എൻ്റെ സാമാന്യ സർജറി കഴിഞ്ഞു. എല്ലാവരും ഇട്ട് ഊക്കിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിരുന്നു ജാസി സാമാനം ചെത്തൂല, ആൾമാറാട്ട അടി നടക്കുകയാണെന്നൊക്കെ. ഇപ്പം എല്ലാവർക്കും സമാധാനമായില്ലേ. ഞാൻ സർജറി ചെയ്തു, ഞാൻ പെണ്ണായി. എന്തൊക്കെയായിരുന്നു അവൻ്റെ പെർഫോമൻസ്. കേരള ജനതനെ മൊത്തം സങ്കടത്തിലാഴ്ത്തിയ BGM-ഉം ഒടുക്കത്തെ പെർഫോമൻസും എന്തായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഓൻ്റെ അണ്ടിയും പോയിട്ടില്ല, ഒരു പുടുക്കും പോയിട്ടില്ല. 2 ഇഡ്ഡലി വെച്ചിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. ജാസിയെ എന്നാലും ജിമ്മാരി ചതിയാട്ടിയില്ലേ. ഞാനടക്കം വിശ്വസിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇജ്ജ് മൂലക്കുരുവിൻ്റെ സർജറി ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് ഇതിലേറെ സാധാപം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇജ്ജ് ചെയ്തിക്കണമെങ്കിലോ മൂലക്കുരുവിൻ്റെ സർജറി വല്ലാത്തൊരു ചതിയായി പോയത്. എന്നിട്ട് ഓനത് പറയുന്നുണ്ടോ? എല്ലാതും നമ്മൾ ഊഹിച്ച് കണ്ടുപിടിക്കണം. കേരളത്തിൽ മൊത്തം ഓൻ്റെ സാമാനത്തിൻ്റെ ചർച്ച ആകണമെന്ന് സകല തെണ്ടിത്തരം പച്ചക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഒഴിച്ചു പറയുന്ന ആളാണത്. എന്നിട്ട് എന്തുകൊണ്ട് ഈ കാര്യം മാത്രവും പറഞ്ഞില്ല? അതാണ് കുണ്ടന്മാരുടെ ബുദ്ധി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുബുദ്ധി. ഒരാണിൻ്റെ പ്രധാനമായിട്ടുള്ള ഭംഗികളിൽ ഒന്നാണ് ഈ മാറിടം. എന്നിട്ട് അവിടെ 2 ഇഡ്ഡലിയും കുത്തിക്കയറ്റിയിട്ട് ഓൻ പറയാണ് ഞാൻ സർജറി ചെയ്തു, ഞാൻ പെണ്ണായി എന്ന്. അല്ലടാ എരപ്പേ, അനക്ക് എന്തിൻ്റെ കേടാണ്? ഇത് മറ്റേ ആദ്യം മുന്നുണ്ടായിരുന്ന ഗർഭല്ലേ, അത് കലങ്ങിയില്ലേ. അപ്പം അതിൽ നിന്ന് അടി കിട്ടാതെ രക്ഷപ്പെടാനുള്ള വേറൊരു ഐഡിയ ആണിത്. അല്ലാതെ എന്താണിത്? ഇവനക്ക് നല്ലോണം അറിയാം എല്ലാ സ്ത്രീകളും പാടെ കൂടിയിട്ടേ ഇവനെ ചവിട്ടി കൂട്ടുന്നു. ഇപ്പം എവിടെ പോയി മറ്റേ ഗർഭം? എന്തൊക്കെയായിരുന്നു പെർഫോമൻസ്. സീരിയസ്ലി വല്ലാത്തൊരു പടുകാളന്നെ കേട്ടോ. പിന്നെ ഇപ്പം ഈ ഇഡ്ഡലി വെച്ചിക്കണതിന് വേറെയും കാരണമുണ്ട്. മറ്റേ കൊറ്റന്താടില്ലേ മൊണ്ണറോഷൻ, ഓനാകരം സകല പരിപാടികളിലും ഓനെ ശ്രദ്ധിച്ചുക്കണോ. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലാ. അപ്പോൾ ഓൻ്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് 2 ഇഡ്ഡലി കൊണ്ട് വെച്ച് കെട്ടിയിക്കുക. അല്ലാതെ എന്താ കൊണ്ടൊക്കെ ഒരു ഉപകാരം. എന്തിനാടാ മൊണ്ണറോഷ ഈ വെച്ച് കെട്ടുമ്പൊക്കെ തൂങ്ങി ഇങ്ങനെ നിൽക്കണേ? എൻ്റെ പെരീക്കൊന്ന് പോയേക്കാം. നേരങ്ങത്തിൽ കൊട്ടും കുരവൊക്കെ ആയിട്ടേ ഓലെന്നെ എനിക്ക് ഒറിജിനൽ പെണ്ണിനെ കെട്ടിച്ചേരും. ഇതിവിടെ മൊലിയും കൊലിയുള്ള ചെങ്ങായിൻ്റെ ഒപ്പം ജീവിച്ചാൽ എനിക്ക് നാണുണ്ടട ചെങ്ങായി. എനിക്ക് നാണമാനല്ലല്ലോ അല്ലേ? അത് ഇജ്ജ് തെളിയിച്ചുകൊണ്ടിരിക്കല്ലേ. അത് ഞാൻ അറിയാതെ പറഞ്ഞാട്ടോ. സത്യം പറഞ്ഞാലേ എടാ നാറി, ഇജ്ജൊക്കെ ആണുങ്ങൾക്ക് തന്നെ അപമാനമാണ്. ഇത്രക്ക് ഉളുപ്പില്ലാത്ത നാറികളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എന്നിട്ട് ആ ഇഡ്ഡലി വെച്ചിന് എന്തൊക്കെ പെർഫോമൻസ് ആണ്. ഇതൊന്നും കണ്ടോക്കി. എന്താനൊക്കെ പള്ളിയിലോ? എന്റെ പൊന്നോ, ഇവൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഇവൻ നല്ല ഒന്നാന്തരം നാറിയ നടനാണ്. അല്ലെങ്കിൽ ഒന്ന് നോക്കിയേക്കും. 2 ഇഡ്ഡലി വെച്ചിനാണ് ഇപ്പൊ ഈ കാട്ടുന്നത്. വല്ല പേര് കഴിഞ്ഞ പെണ്ണുങ്ങളമാരി പള്ളമ്മയും കൈവച്ച് നടക്കണോക്കി. എടാ മുട്ടരാമ, ഇജ്ജ് പെണ്ണുങ്ങളെ പോലെ പള്ളമ്മ കൈവച്ചിട്ടും ഒരു മാക്സ് ഇട്ടിട്ടും എന്തൊക്കെ കാട്ടിയിട്ടും കാര്യമല്ല. അന്നേം കൊണ്ട് ആകെ പറ്റണ പണി എന്താണെന്നറിയോ? മറ്റേ കൊറ്റല്ലേ ഓൻ്റെ മൂടും മണപ്പിച്ച് ഇങ്ങനെ നടക്കാന്. മനസ്സിലായോ? കൊറ്റൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. മറ്റേ കൊറ്റല്ലേ അപ്പൂപ്പന്താടി, ഓനെയും കൊണ്ടൊരു കാര്യം പറഞ്ഞ് ചെയ്യിപ്പിക്കണുണ്ട്. അതൊന്നും കണ്ടോക്കി. ഹലോ അരെ വാ, എന്താ അഭിനയം. പെറ്റ തള്ള സഹിച്ചൂല. അതന്നെ സത്യാണ് പറഞ്ഞത്. പെറ്റ തള്ള സഹിക്കൂലെന്ന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ വയസ്സാം കാലത്തെ പെറ്റ തള്ളക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത മരം ഒണ്ണയാണ് ഈ കാട്ടുന്നത്. ഇവിടെ ആണെങ്കിൽ ഒരു മാക്സി ഇട്ടിട്ടേ 2 ഇഡ്ഡലിയും വെച്ചിരിക്കുന്ന ഒരാൾക്ക് കഞ്ഞിയും വാരി കൊടുക്കുക. നാണണ്ട കൈത കണക്ക്. സ്വന്തം അമ്മക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ കൽപ്പില്ലാത്ത മൊണ്ണേ. എന്നിട്ടോ കഞ്ഞി കൊടുത്തോ എത്ര കാലം കൊടുക്കും നോക്കാലോ. എൻ്റെ മുഖത്ത് കിടക്കണ മീസൊക്കെ കുറച്ചതിന് ശൗര്യം ഉണ്ടെങ്കിലേ ഉമ്മാക്കൊരു തുള്ളി വെള്ളം കൊണ്ടേ കൊടുക്ക്. മരിച്ചു ചെല്ലുമ്പോഴേ അതെങ്കിലും പടച്ചോൻ ഭാഗത്തുനിന്ന് കിട്ടും.
ഇതൊരു നാണവമാനം അല്ലാതെ എൻ്റെ മാത്രം തീട്ടപ്പെട്ടി നടക്കാൻ വേണ്ടിയിട്ട് ആ ജാസിന്റെ തീട്ടം ഇങ്ങനെ തിന്ന് നടക്കല്ലേ. നാണണ്ട എനിക്ക്. ഹൗ വല്ലാത്തൊരു മൊണ്ണനേജ്. എന്നിട്ടും ബൈസെക്സലാത്രേ ഉടുക്കാണ്. പിന്നെ ഇജ്ജ് ബൈസൈക്കിളാണെങ്കിൽ പിന്നെ എന്തിനാപ്പം മറ്റവൻ്റെ നെഞ്ചത്തെ ഇഡ്ഡലി വെച്ച് കെട്ടിക്കണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇവരെ രണ്ടാളീ കാമകളിക്കേ ജനങ്ങളെ പൊട്ടന്മാരാക്കാണ്. ഇവരീ ചെയ്തുകൊണ്ടിരിക്കണതേ തനി കുണ്ടം പരിപാടിയാണ്. ഞാനതല്ല ആലോചിക്കണേ. നമ്മളെ നാട്ടിൽ ഈ നായ്ക്കളെ രണ്ടെണ്ണം കൊടുക്കാൻ ആരുമില്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇങ്ങനെയൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരെ പേരിലേ കേസ് ഉണ്ടായിരുന്നു പ്രകൃതി വിരുദ്ധത്തിന്. ഇപ്പം അതുമില്ല. ഈ ജാസിന്റെ ഉദ്ദേശം വേറെയാണ്. ഓനൊരു പെണ്ണിന്റെ വേഷം കെട്ടിയിട്ട് ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ തരം താഴ്ത്തുക. അതാണ് ഓൻ്റെ മെയിൻ പരിപാടി. അല്ലെങ്കിൽ ഇപ്പം എന്താണ് ഓനക്ക് ആ ഫാൻസി ഡ്രസ്സ് ഇട്ട് അങ്ങനെ നടന്നാൽ പോരെ? ഓൻ എന്തിനാണ് ഈ പെണ്ണുങ്ങളെ കളിയാക്കണത്? അതും നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരാണായിട്ടാണ് ഒരു പെണ്ണിനെ കളിയാക്കി കൊണ്ടിരിക്കുന്നത്. ഇത് വേറെ വല്ലവരും ചെയ്തിട്ടാണെങ്കിൽ ആരെങ്കിലും വിടുവോ? അത് നല്ല ഒന്നാന്തരം കുണ്ടനായി കൊണ്ടില്ലേ. ഓനക്ക് കക്കാനും അറിയാം നിൽക്കാനും അറിയാം. എത്ര ഐഡിയപരമായിട്ടാണ് ഓനക്ക് നേരെ വന്ന അമ്പിനെ ഓനെ ഒടിച്ചുവിട്ടത്. ഇതുകൊണ്ട് എന്താ സംഭവിച്ചേ? പശുവിന്റെ കടിയും മാറി കാക്കന്റെ വിശപ്പും മാറി. ജാസിയെ ഇജ്ജൊക്കെ ഈ പേക്കോലം മൊത്തം കെട്ടിയിട്ടും ജനങ്ങളെത്രയൊക്കെ ഇട്ട് താങ്ങിയിട്ടുമില്ലേ? എല്ലാവരുടെ മനസ്സിലും കുറച്ചെങ്കിലും നന്മ ബാക്കിയുണ്ടായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇജ്ജൊക്കെ ഇവിടെ നെളിഞ്ഞിങ്ങനെ നടക്കണേ. ഇല്ലെങ്കിൽ ഈ കുണ്ടം പരിപാടിക്കൊക്കെ വേറെ പണിയുണ്ട്. തുണിണ്ട് പൊക്കിയിട്ടേ ചന്തിമ നല്ല ചൂടാണ്ട് പൊള്ളിച്ച അപ്പം മാറി കിട്ടും എൻ്റെ ഈ കുണ്ടിക്കടി. ഇവൻ ഇപ്പോഴൊന്നും ഇത് നിർത്തൂല. ഇവനക്ക് അവിടുന്ന് ഇവിടുന്ന് കടി കിട്ടലോടത്തും. അപ്പോഴേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായാലും ഇവരുടെ ഈ അണ്ടിപ്പരമ്പര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവരുടെ ഈ പ്രവർത്തനം കാണാൻ നമ്മുടെ ജീവിതം ഇനിയും ബാക്കി. അപ്പൊ എന്തായാലും മറ്റൊരു കുണ്ടൻ നായ്ക്കള വീഡിയോ അല്ലാതെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.